ഒസാക്ക ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായൊരു ടോപ്പിക്കാണ്. ഇന്ന് ഇന്ത്യയിൽ നിന്ന് യു കെയിലേക്കുള്ള നമ്മുടെ ട്രാഫിക് എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ പലപ്പോഴും ഫാമിലി വിസിറ്റ് വിസയിൽ പോകുന്ന ഒത്തിരി കേസുകൾ റിജക്ഷൻ പൊതുവെ വരുന്നുണ്ട്. അതല്ലാത്ത പല രീതിയിലുള്ള വിസകളും റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഫാമിലി വിസിറ്റ് റിജക്ഷൻ ആകുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് സൊല്യൂഷൻ എന്നുള്ളതാണ്. ഈ വിഷയം സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ഒസാക്ക ഗ്രൂപ്പിൻ്റെ വിസയിൽ സീനിയർ കൺസൾട്ടൻ്റ് ആയിട്ടുള്ള മിസ്റ്റർ ബിജോയ് ആണ് ഇന്ന് സംസാരിക്കുന്നത്. ബിജോയ്ക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം സർ. ഓക്കെ ബിജോയ്, ആക്ച്വലി ഒരു ഫാമിലി വിസിറ്റിന് എലിജിബിൾ ക്രൈറ്റീരിയ ആയിട്ടുള്ള ഏത് സ്പോൺസർ കാറ്റഗറി വിസയാണ് യു കെയിൽ വർക്ക് ചെയ്യുന്ന ആളിൽ ഉണ്ടാക്കേണ്ടത്? ബേസിക്കലി ഒരു ഫാമിലി വിസിറ്റിന് കൊണ്ടുപോകാൻ സ്പോൺസറുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് അവരവിടെ ഒരു വർക്ക് വിസയിൽ പോയിരിക്കുന്ന ആളായിരിക്കണം. ഓക്കെ. ഒരു മിനിമം അവർക്കൊരു 6 മാസം മുതൽ 1 വർഷം വരെ അവിടെ നിന്ന് ജോലി ചെയ്ത് അതിൻ്റെ ഒരു സാമ്പത്തികമായിട്ട് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ ഒരാളെ ഇവിടെ നിന്ന് സ്പോൺസർ ചെയ്യാൻ സാധിക്കും. ഈ വ്യക്തിക്ക് ആരൊക്കെയാണ് സ്പോൺസർ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ ഒരു വ്യക്തി അവിടെ വർക്ക് ചെയ്യുന്നു ഈ പറയുന്ന എംപ്ലോയ്മെൻറ്റ് കാറ്റഗറിയിൽ. അപ്പോൾ അയാളുടെ ഒരു ഫാമിലി എടുക്കുമ്പോൾ ഫാദറുണ്ട്, മദറുണ്ട്, സിസ്റ്ററുണ്ട്, ബ്രദേഴ്സുണ്ട്, ദെൻ വൈഫുണ്ട്, ദെൻ റിലേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ കാറ്റഗറിക്കാണ് ഇയാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ഫാമിലി വിസിറ്റിന് പോകാനായിട്ടുള്ള എലിജിബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്സ് ആരൊക്കെയാണ്? മെയിൻലി എലിജിബിൾ ആയിട്ട് വരുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഫാമിലി വിസിറ്റിൽ എലിജിബിലിറ്റി വരുന്നത് പാരൻസിനെ കൊണ്ടുപോകാൻ പറ്റും. പാരൻസ് ആർ എലിജിബിൾ ഫോർ ദിസ്. ഓക്കെ. ദെൻ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അവരെയും വിസിറ്റ് വിസയിൽ സ്പോൺസർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ കസിൻസ്, അവന് അകന്ന ബന്ധത്തിലുള്ളവർ, എക്സംഷൻ കേസുകളിൽ സ്പൗസിനെയും വിസിറ്റ് വിസയിൽ കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പോൾ ഈ കഴിഞ്ഞ കാലത്ത് കണ്ടുവരുന്ന ഒരു കാര്യമാണ്, നമ്മുടെയൊക്കെ ഒത്തിരി കേസുകൾ റിജക്ഷൻ ആയി എന്നുള്ളൊരു കംപ്ലൈൻറ്റ്. ഇപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ യു കെ വിസ ഫാമിലി വിസിറ്റിന് റിജക്ഷൻ ആകാനുള്ള ഒരു കാരണങ്ങൾ എന്തൊക്കെയാണ് പൊതുവെ അങ്ങയുടെ നിരീക്ഷണത്തിൽ കണ്ടുവരുന്നത്? പൊതുവെ വിസയുടെ റിജക്ഷൻ്റെ റീസൺ വരുന്നത് ആപ്ലിക്കൻറ്റിൻ്റെ കയ്യിൽ നിന്നുള്ള ബേസ് ചെയ്തുള്ള ഡോക്യുമെൻസിൻ്റെ ഇതിൽ വരുന്നുണ്ട്. 2 സ്പോൺസറുടെ ഇതിലുള്ള കയ്യിൽ നിന്നുള്ള ഡോക്യുമെൻസിൻ്റെ അപാകതകൾ കൊണ്ട് വരുന്നുണ്ട്. മെയിൻലി ഒരു 90% റിജക്ഷൻസ് ഇപ്പോൾ കാണുന്നത് ആപ്ലിക്കൻറ്റിൻ്റെ ഡോക്യുമെൻസിൻ്റെ ബേസ് ചെയ്തുകൊണ്ടാണ്. അത് ബേസിക്കലി അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീനെ ബേസ് ചെയ്തുകൊണ്ടാണ് റിജക്ഷൻസ് കൂടുതൽ വരുന്നുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അതിൻ്റെ അകത്ത് ഫണ്ട് ഫ്ലോ, ക്യാഷ് ഡെപ്പോസിറ്റ്സ്, ഹ്യൂജ് ആയിട്ടുള്ള ഡെപ്പോസിറ്റുകൾ, അല്ലെങ്കിൽ റീസെൻ്റ്ലി മേക്ക് ചെയ്തിരിക്കുന്ന ഹ്യൂജ് ട്രാൻസാക്ഷൻസ്, ഇതിൻ്റെയൊക്കെ ബേസിലാണ് മെയിനായിട്ട് റിജക്ഷൻസ് ഈ സമയങ്ങളിൽ വരുന്നത്. ഓക്കെ. അപ്പോൾ പൊതുവെ അക്കൗണ്ട്സിൽ ഒരു മിനിമം ബെഞ്ച് മാർക്ക് വല്ലതും പറയുന്നുണ്ട്? മിനിമം ബെഞ്ച് മാർക്ക് പറയുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അവർ നോക്കുന്നത് ആപ്ലിക്കൻ്റ് എങ്ങനെയാണ് ഇവിടെ ജീവിച്ചു പോകുന്നത് എന്നുള്ളത്. ഓക്കെ. ബേസിക് ആയിട്ട് അവരുടെ അക്കൗണ്ടിൽ കൂടെ കയറി ഇറങ്ങി പോകുന്ന ഫണ്ടുകൾ അത് എങ്ങനെയാണ്. ഇപ്പോൾ ജീവിത ചെലവുകൾക്ക് മാത്രമായിട്ട് അതിലേക്ക് ഫണ്ട് വരുന്നു. ഫോർ എക്സാമ്പിൾ, പെൻഷനേഴ്സിൻ്റെ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് എല്ലാ മാസവും 1-ാം തീയതി 5-ാം തീയതിക്കുള്ളിൽ പെൻഷൻ വരുന്നുണ്ട്. അത് ആ വ്യക്തി അത് യൂട്ടിലൈസ് ചെയ്ത് തീർത്ത് പോകുന്നുണ്ട്. അല്ലെങ്കിൽ മക്കൾ അയച്ചു കൊടുക്കുന്ന ഫണ്ടുകൾ എല്ലാ മാസവും പാരൻസിന് സപ്പോർട്ടിംഗ് ആയിട്ട് അയച്ചു കൊടുക്കുന്ന ഫണ്ടുകളുണ്ട്. അത് കൃത്യമായിട്ട് എല്ലാ മാസവും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരിക്കലായിട്ട് വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് കാണാൻ പറ്റും. അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് പോകുന്നുണ്ട്. അതല്ലാതെ ഒരു ഇത്ര ഫണ്ട് ഫാമിലി വിസിറ്റിന് ബാലൻസ് ഉണ്ടാകണമെന്ന് അപ്പോൾ ഒരിക്കലും എംബസി ഇത്ര വേണമെന്ന് പറയുന്നില്ല. തീർച്ചയായിട്ടും. ബട്ട് അവർ നോക്കുന്നത് ഈ പറയുന്ന നമ്മളുടെ അക്കൗണ്ട്സും കാര്യങ്ങളും ലൈവ് ആകുക, ഒരു മിനിമം ട്രാൻസാക്ഷൻ വളരെ ജെന്റിലായിട്ട് അതിൽ നടക്കുക, പിന്നെ നമ്മൾ ഫിനാൻഷ്യലി കുറച്ച് ക്രെഡിബിലിറ്റിയും വെളുത്തുമാണ് എന്നുള്ള ഒരു പ്രൂഫ് അവരുണ്ടാക്കുക. ദാറ്റ് മീൻസ് മേ ബി ഈ വ്യക്തി അവിടെ വിസിറ്റിങ്ങിന് പോയാൽ തിരിച്ചു വരും എന്ന് ഉള്ള ഒരു സ്റ്റാറ്റസ് അല്ലേ ഇതിൽ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. ഈ ക്രൈറ്റീരിയ അല്ലാതെ വേറെ ഏതെങ്കിലും ക്രൈറ്റീരിയയിൽ റിജക്ഷൻ കയറി വരുന്നുണ്ടോ? വേറെ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ പോകുന്ന വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ എംബസിക്ക് വ്യക്തമായിട്ടില്ലാത്തതെങ്കിൽ, ഇപ്പോൾ മകൾ അല്ലെങ്കിൽ മകൻ യു കെയിൽ ഉണ്ടാകും, അവരെ വിസിറ്റ് ചെയ്യാൻ പോകുന്നു, പോയിട്ട് ഇത്ര നാൾക്കുള്ളിൽ തിരിച്ചു വരുന്നു എന്ന് പറയുന്ന സ്ഥിതിക്ക് ആളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം വെരിഫൈ ചെയ്ത് അതും ഓക്കെ ആണെങ്കിൽ കൂടിയും ആള് തിരിച്ചു വരാൻ വേണ്ടി
ബാക്കി എന്ത് ഫാമിലിയാണ് നമുക്കിവിടെ ഉള്ളത്, മറ്റു മക്കളുടെ ഡീറ്റെയിൽസ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസും കൂടെ മിക്കവാറും കേസുകളിൽ അവരത് നോക്കുന്നുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഡീറ്റെയിലും കൂടെ ഇപ്പോൾ കൊടുക്കേണ്ടതായിട്ട്. അപ്പോൾ നമ്മുടെ ഫാമിലിയുടെ ഒരു സ്റ്റോറി ട്രാക്ക്, ഒരു ഹിസ്റ്ററി ട്രാക്ക് കൊടുക്കുന്നത് നന്നായിരിക്കും വിത്ത് ഡോക്യുമെന്ററി. അപ്പോൾ എംബസിയെ സംബന്ധിച്ച് കുറച്ചുകൂടെ നല്ല ക്ലിയർ ഇൻസൈറ്റ് കിട്ടും. അതെ, പോകുന്ന ആള് ഒറ്റയ്ക്കല്ല, ഇവിടെ മക്കള് ബാക്കിയുള്ളവർ ഇവിടെ കമ്മിറ്റഡ് ആണ്, ആള് പോയാൽ തിരിച്ചു വന്നേ പറ്റൂ എന്ന് ബോധ്യപ്പെടുത്തുന്ന എല്ലാ സ്റ്റോറി ട്രാക്കും കൊടുക്കുന്നത് നന്നായിരിക്കും. അതെ, ഇതല്ലേ ഉദ്ദേശം? അതെ. ഈ 2 റീസൺ അല്ലാതെ വേറെ ഏതെങ്കിലും യുണീക്ക് ആയിട്ടുള്ള റീസൺസ് കണ്ടുവരുന്നുണ്ടോ? വേറെ യൂണീക്ക് ആയിട്ടുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കേസുകളിൽ വിസ റിജക്ഷൻ വന്നിട്ടുണ്ടാവും നേരത്തെ. അത് വ്യക്തമായി പറഞ്ഞില്ലാത്ത കേസുകളുണ്ട്. നമുക്ക് ചോദിക്കുമ്പോൾ ചിലപ്പോൾ വളരെ നേരത്തെ ആയിരിക്കാം വിസ റിജക്റ്റ് വന്നത്, അവർ മറന്നു പോയിട്ടുണ്ടാവാം. അങ്ങനത്തെ കേസുകളിൽ ഇവർ വിട്ടുപോയിട്ട് പറയാതെ പോകുന്ന കേസുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ വിസ റിജക്റ്റ് ആയിട്ടില്ല എന്ന് ടിക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അത് ഇഷ്യൂസ് ആവാറുണ്ട്. ദാറ്റ് മീൻസ് ഇതിനു മുമ്പ് ഷെങ്കൻ കൺട്രി അല്ലെങ്കിൽ ഇതര കൺട്രികളിൽ എവിടെയെങ്കിലും വിസ സബ്മിറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഹൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ മറന്നുപോയിട്ട് ശരിയായ രീതിയിൽ അത് വെളിപ്പെടുത്താൻ വിട്ടുപോയാൽ പ്രോബബിളി അത് വിസ റിജക്ഷനുള്ള സാധ്യതയുണ്ട്. ചില കേസുകളിൽ റിജക്ഷൻ വരാം, ചില കേസുകളിൽ 10 ഇയർ ബാൻ വരെ നിങ്ങളത് ഹൈഡ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ പോസിബിലിറ്റി ഉണ്ട് അല്ലേ? 10 ഇയർ ബാൻ വരെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഇപ്പോൾ ബിജോയ് പറഞ്ഞ അനുസരിച്ച് ജനറലി ഇപ്പോൾ ഒരു വിസയെ സംബന്ധിച്ചുള്ള റിജക്ഷൻ ആയിട്ടുള്ള കുറേ സ്പേസസ് കടന്നു വന്നത്. ഇനി ചോദിക്കാനുള്ളത് നമുക്കിതിൻ്റെ എന്താണ്, വാട്ട് ഈസ് എ സൊല്യൂഷൻ ഫോർ ദിസ് വൺ? റിജക്ഷന് 0 റിജക്ഷൻ ആക്കിയിട്ട് വിസ 100% കിട്ടാൻ പോസിബിലിറ്റിയുള്ള ഒരു സൊല്യൂഷൻസ് എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇതിൽ ആക്ച്വലി ഫസ്റ്റ് ഇത് നോക്കേണ്ടത് ആപ്ലിക്കൻറ്റിൻ്റെ ബാങ്ക് അക്കൗണ്ട് തന്നെയാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ബാങ്ക് അക്കൗണ്ടിൽ ഡീസൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസേ പാടും. ഇത് നേരത്തെ പറഞ്ഞ പോലെ പെൻഷൻ വരുന്നുണ്ടെങ്കിൽ അത് വരിക, മക്കൾ പൈസ അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് വന്ന് പോവുക. ചില എക്സംഷണൽ കേസുകളിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റബ്ബർ വിറ്റ് പൈസ കിട്ടുക, അല്ലെങ്കിൽ ജാതിക്ക വിറ്റ് പൈസ കിട്ടുക എന്നുള്ളതൊക്കെ ലോക്കൽ മാർക്കറ്റിലായിരിക്കും സെല്ല് ചെയ്യുന്നത്. ലോക്കൽ മാർക്കറ്റിൽ സെല്ല് ചെയ്തിട്ട് ആ പൈസ കൊണ്ട് ആളുകൾ അക്കൗണ്ടിൽ ഇടാറുണ്ട്. അപ്പോൾ അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് അതിൻ്റെ റെസിപ്റ്റും കൂടെ അതിൻ്റെ അകത്ത് വയ്ക്കുക. നമ്മൾ കൊടുക്കുന്ന ലെറ്ററിൽ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക, ഇന്ന ദിവസം ട്രാൻസാക്ഷൻസ് വന്നിരിക്കുന്നു വെച്ചാൽ ട്രാൻസാക്ഷൻ 100% ഹൈ കമ്മീഷൻ മോണിറ്റർ ചെയ്യുന്നുണ്ട് ആപ്ലിക്കൻറ്റിൻ്റെ. അത് വളരെ ഡീസൻറ്റും ക്ലീൻ ആൻഡ് നീറ്റ് അല്ലെങ്കിൽ അതിനൊരു അച്ചടക്കം പാലിച്ചിട്ടില്ലാത്ത ഒരു സംഭവമാണെങ്കിൽ റിജക്ഷൻസ് വരും. അതുപോലെ പെട്ടെന്ന് കൊണ്ടിടുന്ന പൈസ, ക്യാഷ് ഡെപ്പോസിറ്റ്, അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അക്കൗണ്ട് ട്രാൻസ്ഫർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെങ്കിലും എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് കൊണ്ടിടുക എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് വളരെ റിജക്ഷൻ ഉള്ള നെഗറ്റീവ്. അതായത് ഈ വിസ കിട്ടാനുള്ളൊരു പർപ്പസിന് വേണ്ടി ഒരു ഫണ്ട് റേസ് ചെയ്ത ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യും. അതാണ് അതിൻ്റെ ഇഷ്യൂസ്. പിന്നെ എന്തൊക്കെ സൊല്യൂഷൻസ് ഉള്ളത്? പിന്നെ രണ്ടാമത് ഉള്ള സംഭവം, നമുക്ക് ലീഗലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ്, കേസുകൾ നിലവിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ഹൈഡ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ്, അത് പറയണം. അങ്ങനത്തെ കേസുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ ചില കേസുകൾ, എക്സംപ്റ്റഡ് കേസുകളിൽ അത്ര അത്യാവശ്യമായി ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ കോർട്ടിൽ നിന്ന് ട്രാവൽ ചെയ്യാനുള്ളൊരു ഓർഡർ കിട്ടുന്നുണ്ട്. ആ ഓർഡറും കൂടെ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഇഷ്യൂസ് ഉണ്ടാവാറില്ല. അത് ഷോർട്ട് ടൈമിലേക്കായിരിക്കും. കുറച്ചധികം ഇപ്പോൾ 6 മാസം എന്ന് പറയുന്നതിനേക്കാൾ പകരം ഒരു മാസം മക്കളെ കണ്ടിട്ട് വരുന്നതിന് ഇഷ്യൂസ് ഇല്ല, അല്ലെങ്കിൽ ബ്രദറിനെ കണ്ടിട്ട് വരുന്നതിന് ഇഷ്യൂസ് ഇല്ല. അതൊരു കോർട്ട് ഓർഡർ മേടിച്ചിട്ട് വെച്ചിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതും വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ബിജോയ് ഇപ്പോൾ ഇതുവരെ സംസാരിച്ചത് നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ മേക്കിങ്ങിനെ പറ്റിയിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ഇനി ഇതല്ലാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ വേറെ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇതിലുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇത് ഇത്രയും തന്നെയാണ് ഇതിൻ്റെ അകത്ത് ബേസിക് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ ഈ ഈ ഫാമിലി വിസിറ്റിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ അപ്ലൈ ചെയ്താൽ എത്ര ദിവസം കൊണ്ടാണ് നമുക്ക് പ്രോസസ്സിങ് ചെയ്ത് കിട്ടുന്നത്? നോർമലി ഒരു 10 to 15 വർക്കിംഗ് ഡേയ്സ് ആണ് ഇതിൻ്റെ പ്രോസസ്സിങ് വരുന്നത്. പക്ഷേ എക്സംഷണൽ കേസുകളിൽ ചില കേസുകളിൽ നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്സിന്റെ വെരിഫിക്കേഷനോ കാര്യങ്ങളോ സമയം കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അത് കൂടുതലാകാറുണ്ട്. എന്നിട്ട് ഇപ്പം തരുന്ന വിസ എത്ര വാലിഡിറ്റിയാണ് കിട്ടുന്നത്? അത് നമ്മൾ ആപ്ലിക്കേഷനിൽ എഴുതുന്ന ഡേറ്റ്, ട്രാവൽ ഡേറ്റ് എന്നാണോ അന്ന് മുതൽ 6 മാസത്തെ 180 ഡേയ്സിന്റെ വാലിഡിറ്റിയാണ് വിസയ്ക്ക് വരുന്നത്. ഇപ്പോൾ ഒസാക്ക ഗ്രൂപ്പ് ഇന്ന് ഇന്ത്യയിൽ, എസ്പെഷ്യലി സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് വിസ സബ്മിഷൻ ചെയ്യുന്ന ഒരു ഏജൻ്റാണ്, എസ്പെഷ്യലി UK, യൂറോപ്പ് എല്ലാം സെക്ടേഴ്സിൽ. നിങ്ങൾ ഇപ്പോൾ ഉള്ള ഈ UK ഈ പറയുന്ന ഒരു ഫാമിലി വിസിറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ടൈപ്പ് കാറ്റഗറി വിസ അധികം വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? മെയിൻലി പാരൻസ് ആണ് നമുക്ക് ക്രൗഡ് വരുന്നത്.
പിന്നെ വരുന്ന ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഞാൻ ഉദ്ദേശിച്ച റിജക്ഷന്റെ കേസിലുള്ള ആപ്ലിക്കേഷൻ ഒത്തിരി വരുന്നുണ്ടോ? റിജക്ഷന്റെ കേസുകളിൽ നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഡോക്യുമെന്റ്സ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്യുമെന്റ്സ് ക്ലയൻസിൻ്റെ നിന്ന് മേടിക്കും. അത് സ്ക്രൂട്ടിനി ചെയ്യും. സ്ക്രൂട്ടിനി ചെയ്ത് 1 by 1 അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ക്ലയൻറ്റായിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അൺനെസസറി ആയിട്ടുള്ള എമൗണ്ടുകൾ കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ വന്നിട്ടുണ്ട്, അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് വിത്ത് ഡോക്യുമെൻ്ററി പ്രൂഫ് അതിൻ്റെ അകത്ത് വെക്കുന്നുണ്ട്. ചിലപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ പോലെ ചിട്ടിയോ അങ്ങനത്തെ എന്തെങ്കിലും KSFE-യുടെ സംഭവങ്ങൾ അല്ലെങ്കിൽ വേറെ അക്കൗണ്ടിൽ നിന്ന് ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ വന്നിരിക്കുന്ന സംഭവം അതിൻ്റെയൊക്കെ പ്രൂഫുകൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില കേസുകളിൽ ആപ്ലിക്കൻസ് വിസ റിജക്റ്റ് ആയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇവരുടെ കയ്യിൽ ഇത് റിഫ്യൂസൽ ലെറ്റേഴ്സോ അത് എന്ന് റിജക്റ്റ് ആയിരുന്നോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ചിലപ്പോൾ നേരത്തെ കേസുകൾ ഉണ്ടായിട്ട് ആൾക്കാരായിരിക്കാം, അവർക്ക് ഇതിൻ്റെ റെക്കോർഡ്സ് ഒന്നും ഇവരുടെ കയ്യിലുണ്ടാവില്ല, കേസൊക്കെ തീർന്നിട്ടുണ്ടാവും. ഇങ്ങനത്തെ കേസുകളിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ടൊരു എക്സ്പ്ലനേഷൻ ലെറ്റർ വയ്ക്കുക. ഇങ്ങനെ സംഭവങ്ങൾ നടന്നിരുന്നു, ഇപ്പോൾ എൻ്റെ കയ്യിൽ അതിൻ്റെ ഡോക്യുമെൻ്ററി പ്രൂഫ് ഇല്ല, ഇന്ന സമയത്താണ് ഇത് നടന്നതെന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു പിക്ചർ ഹൈ കമ്മീഷന് കൊടുക്കുകയാണെങ്കിൽ ഒരു 90-95% ദേ വിൽ കൺസിഡർ ഇറ്റ്. വെരി ഗുഡ്. ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പല ഫാമിലി വിസിറ്റിനും വിസ അപ്ലൈ ചെയ്തിട്ട് വിസ റിജക്ഷനായി വിഷമം ചിരിക്കുന്ന ആളുകളുണ്ട്. ഇനി പോകാൻ പറ്റുമോ, ഇനി രണ്ടാമത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ഏറെ ആശങ്കകളുമായിട്ടിരിക്കുന്ന ഒത്തിരി മെമ്പേഴ്സുണ്ട്. ഈ മെമ്പേഴ്സിനെല്ലാം വളരെ കോൺഫിഡൻസ് തരുന്നതും വളരെ ഹാപ്പി ന്യൂസ് നൽകുന്നതുമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഒരു ഡിസ്കഷനാണ് ഇവിടെ നടന്നത്. ബിജോയ് അതിനെപ്പറ്റി അതിൻ്റെ ഒരു പോസിബിലിറ്റിയും നമുക്ക് വൺസ് വിസ റിജക്ഷൻ ആയി കഴിഞ്ഞാൽ രണ്ടാമത് അതിനുള്ളൊരു സൊല്യൂഷൻ മേക്കിംഗ് ഉള്ള വിശദമായിട്ടുള്ളൊരു കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും റിജക്ഷനായിട്ടുള്ള ഓരോ മെമ്പേഴ്സിനും ഇതൊരു സൊല്യൂഷൻ മേക്കിംഗ് ആയിട്ട് ഈ വീഡിയോനെ കാണാം. എനി ടൈപ്പ് ഓഫ് റിജക്ഷൻ വിസാസ് റിലേറ്റഡ് ദിസ് UK നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒസാക്കയെ കോൺടാക്ട് ചെയ്യും. ഒസാക്ക എല്ലാ രീതിയിലുള്ള സന്തോഷകരവും നിങ്ങളുടെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സർവീസ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട് ബിജോയുടെ ടീമും. എന്തായാലും ഈ കാര്യത്തെപ്പറ്റി ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തന്ന ബിജോയ്ക്ക് വളരെയധികം നന്ദി, സന്തോഷം.